ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. കഴിഞ്ഞ ദിവസം നോർവിച്ച് പോലീസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. അവർ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നിയമവിരുദ്ധമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും കാർ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകളെ നിരീക്ഷിക്കാനും പിടികൂടാനുമായിട്ട് നോർവിച്ച് പോലീസ് ഉപയോഗിച്ചത് ഡബിൾ ഡെക്കർ ബസ്സുകളാണ്. അവർ ഡബിൾ ഡെക്കർ ബസ്സുകളിൽ കയറി സാധാരണ യാത്രക്കാരെ പോലെ യാത്ര ചെയ്യുകയും വഴിയിൽ കൂടെ പോകുന്ന കാറുകളിൽ ആൾക്കാർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരെയും കാർ സീറ്റ് ഇടാത്തവരെയും കുട്ടികളുടെ കാർ സീറ്റും സീറ്റ് ബെൽറ്റും ഒന്നും ഇടാതെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ നിരീക്ഷിക്കുക, അവർക്ക് വേണ്ട പിഴ അടിച്ച് അപ്പോൾ തന്നെ അവർക്ക് പിഴകൾ സെർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ഫൈനുകൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ പോയിൻറ്റുകളും പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിരവധി ആളുകളെയാണ് പിടികൂടാൻ കഴിഞ്ഞു എന്ന് നോർവിച്ച് പോലീസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മലയാളികൾ പലർക്കും ഇത്തരം അബദ്ധങ്ങൾ പറ്റാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, കുട്ടികളുടെ കാർ സീറ്റുകൾ, അതായത് റിയർ ഫേസിങ് കാർ സീറ്റ് ഇൻഫൻ്റായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാർ സീറ്റാണ്. ആ കാർ സീറ്റുകളിൽ കുട്ടികളുടെ കഴുത്ത്, തല, നട്ടെല്ല് ഇത്തരം ഭാഗങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് റിയർ ഫേസിങ് ആയിട്ടുള്ള കാർ സീറ്റുകൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ അത് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഫ്രണ്ട് ഫേസിങ് കാർ സീറ്റുകൾ അവൈലബിൾ ആണ്. ആ കാർ സീറ്റുകൾ ഉപയോഗിക്കുക. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബൂസ്റ്റർ സീറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം കാർ സീറ്റുകൾ നിർബന്ധമായിട്ടും ഇത്തരം കാർ സീറ്റുകളിൽ മാത്രമേ കുട്ടികളെ ഇരുത്തി യാത്ര ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ നിർബന്ധമായിട്ടും ഈ കാർ സീറ്റുകളിൽ ഇരിക്കുന്ന കുട്ടികളെ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ഇടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പല കുട്ടികളും ഇരിക്കാനായിട്ടൊക്കെ അസ്വസ്ഥതയുള്ള കുട്ടികളാണ്. കാർ സീറ്റ് ബെൽറ്റിൽ പൂട്ടിക്കെട്ടിയൊക്കെ യാത്ര ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പലരും സീറ്റ് ബെൽറ്റൊക്കെ ഊരി മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും മാതാപിതാക്കളുടെ കർശനമായിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കണം. കാരണം ഈ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ ആയിട്ടിരിക്കുന്ന ആളുടെ ലൈസൻസിനെ ബാധിക്കുക, അവർക്ക് പോയിൻറ്റ്സുകൾ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങളുള്ളത്. ഈ നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. എവിടെ നിന്നാണ് ഈ പോലീസുകാർ നമ്മളെ നിരീക്ഷിക്കുന്നതെന്ന് അറിയില്ല. പണി കിട്ടാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.